2020 ലോകകപ്പ് 2026 ഉജ്ജ്വല വിജയത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തങ്ങളുടെ അടുത്ത ഔദ്യോഗിക ഭൗതിയിലേക്ക് കടക്കുകയാണ്. ജൂൺ അവസാന വാരം ആരംഭിക്കുന്ന അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കായുള്ള കഠിന പരിശീലനം ഇന്ത്യൻ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായിട്ട് ബാറ്ററുമായ സഞ്ജു സാംസൺ ആരംഭിച്ചു കഴിഞ്ഞു. നെറ്റ്സിൽ താരം ബാറ്റിംഗ് പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലാണ്. 31കാരനായ മലയാളി താരം വരെ മികച്ച ടച്ചിലാണ് പരിശീലനമുടനീളം കാണപ്പെട്ടത്. ചില മനോഹരമായ നോ ലുക്ക് സിക്സറുകൾ ഉൾപ്പെടെയുള്ള തകർപ്പൻ ഷോട്ടുകൾ താരം നെറ്റ് സെഷനിൽ കളിക്കുകയുണ്ടായി. സഞ്ജുവിന്റെ ഒരു ഫാൻ ക്ലബ് പങ്കുവച്ച ഈ വീഡിയോ ആരാധകർക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത്. ലോകകപ്പ് കിരീടം ഇന്ത്യ സ്വന്തമാക്കിയപ്പോൾ അതിലേറ്റവും നിർണായക പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാളായിരുന്നു സഞ്ജു സാംസൺ. ന്യൂസിലൻഡിനെതിരെയുള്ള കലാശ പോരാട്ടത്തിൽ 46 പന്തിൽ 89 റൺസ് നേടിയ സഞ്ജുവിന്റെ ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് തുണയായത്. ലോകകപ്പിലെ 5 ഇന്നിംഗ്സുകളിൽ നിന്നായി 321 റൺസ് അടിച്ചുകൂട്ടിയ സഞ്ജുവിനായിരുന്നു ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്തത്. ജൂൺ 26, 28 തീയതികളിൽ ബെൽഫാസ്റ്റിൽ വഹിച്ച അയർലൻഡിൽ 2 T20 മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കുക. ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യ അന്താരാഷ്ട്ര T20 മത്സരമാണിത്. അതിനുശേഷം ജൂലൈ 1 മുതൽ ഇംഗ്ലണ്ടിനെതിരായ 5 T20 മത്സരങ്ങളും 3 ഏകദിനങ്ങളും അടങ്ങുന്ന പരമ്പരയും ഇന്ത്യ കളിക്കും. രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയതിനു ശേഷമുള്ള സഞ്ജുവിന്റെ ആദ്യ IPL സീസണായിരുന്നു ഈ വർഷം കഴിഞ്ഞത്. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തുടർച്ചയായി 3 കളികളിൽ ഒറ്റയക്കത്തിന് തന്നെ പുറത്തായെങ്കിലും പിന്നീട് താരം തകർപ്പൻ ഫോമിലേക്ക് തിരിച്ചെത്തി. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 56 പന്തിൽ പുറത്താകാതെ 115 റൺസ് നോട്ട് ഔട്ടായും മുംബൈ ഇന്ത്യൻസിനെതിരെ 54 പന്തിൽ 101 റൺസ് നോട്ട് ഔട്ടായും സഞ്ജു അടിച്ചുകൂട്ടി. 14 മത്സരങ്ങളിൽ നിന്ന് 165.62 സ്ട്രൈക്ക് റേറ്റിൽ 477 റൺസ് നേടിയ സഞ്ജു ഈ സീസണിൽ ചെന്നൈയുടെ ഏറ്റവും ഉയർന്ന റൺവേട്ടക്കാരനായി മാറി. എങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സീസൺ നിരാശാജനകമായിരുന്നു. 14 മത്സരങ്ങളിൽ 6 എണ്ണം മാത്രം ജയിച്ച് അവർ പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. അഫ്ഗാനിസ്ഥാനുമായി ഇപ്പോൾ നടക്കുന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ ഇന്ത്യ നേരെ പറക്കുക UK-ലേക്കാണ്. അവിടെ 2 T20 പരമ്പരകളും ഒരു ഏകദിന പരമ്പരയുമാണ് കാത്തിരിക്കുന്നത്. അയർലൻഡുമായി 2 T20 ഇംഗ്ലണ്ടുമായി 5 T20 ഇന്ത്യ കൊമ്പുകോർക്കും. തുടർന്ന് ജൂലൈ 14 മുതൽ 19 വരെ ഇംഗ്ലണ്ടുമായി 3 ഏകദിനങ്ങളിലും ഇന്ത്യ ശക്തി പരീക്ഷിക്കും. 2 T20 പരമ്പരകൾക്കുമുള്ള ഇന്ത്യൻ സ്ക്വാഡുകളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഏകദിന ടീമിനെയാണ് തിരഞ്ഞെടുക്കാനുള്ളത്. ഈ ആഴ്ച തന്നെ ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെയും പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ അഫ്ഗാനിസ്ഥാനുമായി ഇപ്പോൾ നടക്കുന്ന ഏകദിന പരമ്പരയുടെ ഭാഗമല്ലാത്ത ചില താരങ്ങളെ ഇംഗ്ലണ്ടിൽ പ്രതീക്ഷിക്കാമെന്നതും ഇതിനെക്കുറിച്ച് കൂടുതൽ വരുന്ന വാർത്തയിൽ തന്നെ പറയുകയും ചെയ്യുന്നു. കൃത്യമായ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് ഓരോ താരങ്ങളെക്കുറിച്ചുള്ള വാക്കുകളും പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നത്. സഞ്ജുവിന്റെ ആരാധകർ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ സഞ്ജുവിന്റെ വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്.